മണ്ണിൽ നിന്ന് കുഴിച്ച് പുറത്തേക്ക് എടുക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണുന്നത് എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടായിരിക്കും ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഇത്രയും നേരം കണ്ട പ്രോസസ്സിൽ ഒരാൾ മതിയെങ്കിൽ ഇനി ഇത് ചെയ്തെടുക്കണമെങ്കിൽ 5-10 പേര് തന്നെ വേണ്ടിവരും. ഇവിടെ ചെറിയൊരു അശ്രദ്ധ മതി വലിയൊരു നഷ്ടത്തിലേക്ക് മാറാൻ വേണ്ടിയിട്ട്. ROVER വീണ്ടും വന്നിരിക്കുന്നത് കഞ്ചിക്കോടാണ്. കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് മുന്നേ നമ്മളൊരു വീഡിയോ കണ്ടിട്ടുണ്ട്, ലോഡ് കൃഷ്ണ അലൂമിനിയം ഇൻഡസ്ട്രീസിന്റെ. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് അലൂമിനിയം പാത്രങ്ങളും ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട്. അതും ഉരുളികളൊക്കെ പല രീതിയിലുള്ള അലൂമിനിയം പാത്രങ്ങൾ ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു കാഴ്ച നിങ്ങളിലേക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാനിവിടെ ലോഡ് കൃഷ്ണയിലേക്ക് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന വിശേഷങ്ങൾ നമുക്ക് കാണാം. നേരെ കമ്പനിക്കകത്തേക്ക് നമുക്ക് പോവാം. ഈ ഒരു കമ്പനിയിൽ അലൂമിനിയം ഉരുക്കി ഒഴിച്ച് ഉരുളി, ചീനച്ചട്ടി, അപ്പക്കാര, വാർപ്പുകളൊക്കെയാണ് ചെയ്തെടുക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള മെയിൻ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് അലൂമിനിയം ഇൻഗോട്ട്സ് ആണ്. അലൂമിനിയം ഇൻഗോട്ട്സ് ആണ് ഇതിലേക്ക് ഉരുക്കി ഒഴിച്ച് ചെയ്തെടുക്കുന്നത്. അതിനാവശ്യമായിട്ട് മെയിനായിട്ട് വേണ്ടത് പാറ്റേൺ ആണ്. ഓരോ പ്രോഡക്റ്റിനും, അത് ഉരുളിയാണെങ്കിലും അപ്പക്കാരാണെങ്കിലും ചീനച്ചട്ടിയാണെങ്കിലും ഓരോന്നിനും ഓരോ പാറ്റേൺ നിർമ്മിച്ചെടുക്കണം. ആ പാറ്റേൺ ഒക്കെ തീരുമാനിക്കുക പ്രത്യേകമായിട്ട് ഈ ഒരു കമ്പനിയിൽ തന്നെയുള്ള R&D വിങ് ആണ്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലല്ല ഇവിടെയുള്ള ഓരോ പ്രവർത്തനവും വരുന്നത്. ഇങ്ങനെ R&D വിങ്ങിന്റെ തീരുമാനത്തോടു കൂടി ചെയ്തെടുക്കുന്ന പാറ്റേൺ വെച്ചിട്ടാണ് ഇവിടെ മോൾഡ് ചെയ്തെടുക്കുന്നത്. ഈ മോൾഡിംഗ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രോസസ്സ് ചെയ്തെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു മേഖല കൂടിയാണ് ഈ മോൾഡിംഗ് എന്ന് പറയുന്നത്. ഈ മോൾഡിംഗ് ചെയ്തെടുക്കുന്ന ഒരു വേഗതയും നിങ്ങൾ നോക്കി എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഇവിടുത്തെ വർക്കേഴ്സ് ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം. ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന ഈ മോൾഡിംഗിലേക്ക് ഇനി അടുത്ത് നടക്കാൻ പോകുന്നത് കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അലൂമിനിയം ഇൻഗോട്ട്സ് ഉരുക്കി എടുക്കുക എന്ന് പറയുന്നത്. മൂശയിൽ വെച്ചിട്ട് ഇതേപോലെ മൂശയിൽ ഇട്ടിട്ടാണ് ഇതിന് നല്ല രീതിയിൽ ഫയർ കൊടുത്തിട്ട് തീ കൊടുത്തിട്ട് ഇതിനെ ഉരുക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഉരുക്കി എടുത്തിട്ടുള്ള ഈ ഒരു അലൂമിനിയം ഇൻഗോട്ട്സ് പിന്നെ ഒരു ലിക്വിഡ് ഫോമിലാണ് ഉണ്ടാവുക. ഇത് നേരെ കൊണ്ടുവന്നിട്ട് ഈ മോൾഡിലേക്ക്, മോൾഡിന്റെ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഹോൾ ഉണ്ടാവും. ആ ഹോളിൽ കൂടിയാണ് ഇതിന്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ഈ കാണുന്നത് പോലെ ഇത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. കൂടുതലായിട്ട് പുറത്തേക്ക് വരാത്ത രീതിയിൽ വളരെ കറക്റ്റായിട്ട് തന്നെ, അതും ഈ ഉരുക്കി എടുത്തിട്ടുള്ള ഈ അലൂമിനിയം, അതായത് ലിക്വിഡ് ഫോമിലുള്ള അലൂമിനിയം തണുത്തു പോകാത്ത രീതിയിൽ, ഉറച്ചു പോകാത്ത രീതിയിൽ ഫാസ്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇത് ഉറച്ചിട്ട് ഒരു സെറ്റായിട്ട് വരുന്നത്. ഇങ്ങനെ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ മോൾഡിലേക്കും ഇതേപോലെ കാസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ആ സമയത്ത് തന്നെ ഇത് സെറ്റാവും. പിന്നെ ഇതിനെ നേരെ ഓപ്പൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഓപ്പൺ ചെയ്തെടുക്കുന്നത് വളരെ സ്പീഡ്, വളരെ വേഗതയിൽ തന്നെയാണ് ഇവിടുത്തെ ഓരോ പ്രവൃത്തിയും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ എടുത്തതിന് ശേഷം പിന്നെ ഇവിടുന്ന് ഇതിനെ അടുത്ത ഒരു ഭാഗത്തേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതിനിടയിൽ കണ്ട മറ്റൊരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് നമ്മൾ കല്യാണ വീട്ടിലൊക്കെ കാണുന്ന വലിയ വാർപ്പുണ്ടല്ലോ, വലിയ സൈസുള്ള വാർപ്പുകൾ, ഇത് ഉണ്ടാക്കാൻ പോകുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത്. ഇത്ര നേരം നമ്മൾ കണ്ട ചെറിയ ചെറിയ പാത്രങ്ങളാണെങ്കിൽ ഇത് വലിയ ഒരു വാർപ്പ് തന്നെയാണ്. ഇവിടെ 1-2 ആൾ പോരെ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പേരുടെ ആ ഒരു പ്രയത്നത്തിലാണ് ഇത് പുറത്തേക്ക് വരാൻ പോകുന്നത്. ഇതൊരു ശരിക്കും ഒരു ടാസ്ക് തന്നെയാണ് ഈ ഒരു വാർപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധ കൊടുക്കും. ചെറിയൊരു അശ്രദ്ധ മതി വലിയൊരു നഷ്ടത്തിലേക്ക് മാറാൻ വേണ്ടിയിട്ട്. അത്രയും ശ്രദ്ധ കൊടുത്ത് ചെയ്യേണ്ടതാണ്. അതും ചെറുതല്ലല്ലോ, വലിയ സൈസായതുകൊണ്ട് തന്നെ അത്രയും പേര് തന്നെ നിന്ന് ചെയ്തെടുക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ സെയിം സിസ്റ്റം തന്നെയാണ്. മോൾഡിംഗ് ആണ് ഇവിടെ ചെയ്തെടുക്കേണ്ടത് ആദ്യം. അങ്ങനെ ചെയ്തെടുത്ത ഈ മോൾഡിംഗിലേക്ക് നമ്മൾ ഈ ആദ്യം പറഞ്ഞതുപോലെ തന്നെയുള്ള ആ ഉരുക്കി എടുത്തിട്ടുള്ള അലൂമിനിയം ഇൻഗോട്ട്സ് കൊണ്ടുവന്ന് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ വലിയൊരു ബക്കറ്റ് തന്നെയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. അതും ഒരു ഭാഗത്തു നിന്നല്ല, ഒത്തിരി ഹോളുകൾ കൊടുത്തിട്ടാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് ഒരേ സമയം തന്നെ. കാരണം അതിന് സമയം കൂടുതൽ വെക്കാൻ പറ്റില്ല. ഇങ്ങനെ ഉരുക്കി ഒഴിച്ച് സെറ്റായിട്ടുള്ള ഈ വാർപ്പിനെ ഇനി പുറത്തേക്ക് എടുക്കണം. പുറത്തേക്ക് എടുക്കാനും ചെറിയൊരു പണിയല്ല, നല്ല പണി തന്നെ ഉണ്ട് ഇത് പുറത്തേക്ക് എടുക്കാനും. ശരിക്കും കുഴിച്ചെടുക്കാം, മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണുന്നതല്ലേ. അത്രയും പവറിലാണ് ഇതിനെ മൊത്തം മണ്ണ് കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പുറത്തേക്ക് എടുക്കാൻ, പിന്നെ ഇതിന് നല്ല വെയിറ്റും ആയിരിക്കും. അത്രയും വലിയ ഒരു വാർപ്പായത് കൊണ്ട് തന്നെ നല്ല വെയിറ്റും ഇതിനുണ്ടാവും. അങ്ങനെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നല്ല പണിയെടുത്തിട്ട് തന്നെയാണ് ഈ ഒരു വാർപ്പിനെ പുറത്തേക്ക് എടുക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കാസ്റ്റ് ചെയ്ത് പുറത്തേക്ക് എടുക്കുന്ന ഈ ഉരുളിയും ചീനച്ചട്ടിയും അപ്പക്കാരും വാർപ്പുകളൊക്കെ പിന്നെ അടുത്ത ഒരു ഭാഗത്തേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇവിടുന്ന് മാറ്റിയതിന് ശേഷം പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ റണ്ണേഴ്സൊക്കെ ഉണ്ടല്ലോ, ഈ റണ്ണേഴ്സൊക്കെ കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളൊരു കാര്യമാണ്. ഇതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മെഷീൻ വെച്ചിട്ട് ഈ റണ്ണേഴ്സൊക്കെ പൂർണ്ണമായിട്ട് കട്ട് ചെയ്തിട്ട് ഓരോന്നായിട്ട് എടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം പിന്നെ ഈ കാണുന്നത് പോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എഡ്ജസ് ഒക്കെ ഗ്രൈൻഡ് ചെയ്ത് വളരെ കറക്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ ഇതിനെ മാറ്റുന്നത് ബഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് സ്മൂത്താക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രങ്ങളൊക്കെ നല്ല രീതിയിൽ ഒരു സ്മൂത്താക്കി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ബഫ് ചെയ്തെടുക്കുന്നത്. ഈ ബഫ് ചെയ്ത് നന്നായിട്ട് സ്മൂത്തായതിനു ശേഷം പിന്നെ ഇതിനെ കടഞ്ഞെടുക്കുന്ന സമയത്ത് ആ പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഈ ഒരു ഭാഗത്ത് കൂടിയിട്ടാണ്. ഈ കടഞ്ഞെടുക്കുക ഇതിൻ്റെ ഉള്ളിൽ കൂടിയിട്ട് അല്ല പുറത്തേക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്തൊക്കെ ഇതിൻ്റെ ഗ്രൂസോ കാര്യങ്ങളോ എന്തെങ്കിലും ആവശ്യമുണ്ട് അതൊക്കെ ഇവിടെ കടഞ്ഞെടുത്തതിന് ശേഷമാണ് ഇതിനെ പിന്നെ പാക്കിംഗ് സെക്ഷനിലേക്ക് മാറ്റുന്നത്. ഈ പാക്കിംഗ് സെക്ഷനിലേക്ക് എത്തുന്നതിന് ഇടയിലായിട്ട് പല സെക്ഷനിൽ വെച്ചിട്ട് പല രീതിയിലുള്ള ക്വാളിറ്റി ചെക്കിംഗ് ഉണ്ട്. ഈ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ്
ഈ ഒരു പ്രോഡക്റ്റ് പാക്കിംഗ് സെക്ഷനിലേക്ക് വരുന്നത്. ഈ പാക്കിംഗ് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് വീണ്ടും ഒരു ക്വാളിറ്റി ചെക്കിംഗ് ഉണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ ചെയ്തെടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഉണ്ടോ എന്നുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പ്രോഡക്റ്റ്, അതായത് ലയൺ ബ്രാൻഡിലുള്ള ഈ ഒരു പ്രോഡക്റ്റ് നമ്മളെ കൈകളിലേക്ക് കമ്പനി എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സന്തോഷ് സാറേ, ഇത് നമ്മുടെ രണ്ടാമത്തെ ഒരു കൂടിക്കാഴ്ച അല്ലേ? കഴിഞ്ഞ വീഡിയോ നന്നായിട്ട് തന്നെ നമ്മുടെ ഫോളോവേഴ്സ് ഏറ്റെടുത്തിട്ടുണ്ട്. അത് വലിയൊരു സന്തോഷമുണ്ട്. ഇത് ഞാനിപ്പോ രണ്ടാമതോടെ വന്നിരിക്കുന്നത് നിങ്ങൾ രണ്ടാമത് വേറൊരു എന്താ പറയുക പാത്രങ്ങളുടെ ഒരു ലോകം കൂടി നിങ്ങളെടുത്തുണ്ട് പറഞ്ഞിട്ടാണ്. അതും ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ള ലയൺ ബ്രാൻഡ് അല്ലേ? 39 വർഷമായിട്ടുള്ള ലയൺ ബ്രാൻഡ്. 39 വർഷം പഴക്കമുള്ള. അതായത് ഒരുവിധം എല്ലാവർക്കും പരിചയമുള്ള ഒരു ബ്രാൻഡാണ്, എല്ലാവർക്കും അറിയുന്നത്. കേരളത്തിന്റെ കാസർഗോഡ് തൊടി കന്യാകുമാരി വരെ ആരോട് ചോദിച്ചാലും പറയുന്ന ബ്രാൻഡ്. അതെ, ലയൺ ബ്രാൻഡ്. അതില് ഐറ്റംസ് മൊത്തത്തില് എല്ലാ കാസ്റ്റിംഗ് അലുമിനിയം കൊണ്ട് കാസ്റ്റ് ചെയ്യാവുന്ന എല്ലാ പാത്രങ്ങളും ചെയ്യുന്നുണ്ട്. വാർപ്പ്, ഉരുളി, എല്ലാ ഐറ്റങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ഒരു സ്പെഷ്യൽ ഓർഡർ വന്നാലും നമ്മൾ ചെയ്യും. അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് ഇപ്പോൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുണ്ട്. ഏത് ഡ്രോയിങ് തന്നാലും നമ്മൾ ചെയ്തു കൊടുക്കും. ഏത് പാത്രമായാലും ഏത് ഡിസൈനും നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള സൗകര്യമുണ്ട്, അതിനുള്ള ലേബർ ഉണ്ട്, എല്ലാം ഉണ്ട്. സാധാരണ നമ്മൾ മുന്നേ ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ കൈകൊണ്ട് മാനുവലി ചെയ്ത, അതും ഇതുമായിട്ടുള്ള വ്യത്യാസത്തിൽ അത് വാക്സ് ഇട്ട് മോൾഡ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ അതിനെ മെക്കനൈസ് ചെയ്തിട്ടുള്ള മെത്തേഡാണ്. അതിനാകുമ്പോൾ പ്രൊഡക്ഷൻ എടുക്കാൻ സമയം എടുക്കും. ഒരു പീസ് ചെയ്യണമെങ്കിൽ ഒരു 10 ദിവസം 15 ദിവസം സമയം എടുക്കണം. ഇത് നമുക്കൊരു ദിവസം നമുക്ക് എത്ര ടൺ വേണമെങ്കിലും എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതാണ് അതിന്റെ പ്ലസ് പോയിന്റ്. ഞാനിപ്പോ കണ്ടു വളരെ ഫാസ്റ്റ് ആയിട്ട് ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇതിപ്പോ അലൂമിനിയം യൂസ് ചെയ്യുന്നത് ഒരു കുറച്ച് പ്രശ്നമാണെന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതിനെ കുറിച്ചിട്ട് എന്താ പറയുക? ശുദ്ധമായ അലൂമിനിയം പാല് പോലെ പരിശുദ്ധം എന്ന് ഞാൻ പറയും. അത് ശുദ്ധമായ അലൂമിനിയം ആണെങ്കിൽ മാത്രം. അലൂമിനിയത്തിൽ നമ്മൾക്ക് ഒരുപാട് ലോഹങ്ങൾ മിക്സ് ചെയ്യാൻ പറ്റും. ലെഡ്, സിങ്ക്, പിന്നെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഓപ്പൺ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന സ്ക്രാപ്പിൽ തന്നെ ഒരുപാട് മിക്സിങ് അലുമിനിയം കിട്ടും. അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയുടെ പാർട്ടുകൾ ഇതൊന്നുമല്ല പാത്രത്തിൽ ചേർക്കേണ്ടത്. ശുദ്ധമായ അലുമിനിയം ഉപയോഗിച്ച് പാത്രം ചേർക്കാമെങ്കിൽ ഒരിക്കലും പോയ്സൺ അല്ല. വർഷങ്ങളായിട്ട് 100 കണക്കിന് വർഷങ്ങളായിട്ട് അലുമിനിയം പാത്രങ്ങൾ നമ്മുടെ മാർക്കറ്റിലുണ്ട്. അതിൽ നിന്ന് ക്യാൻസർ വരുന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്. അതല്ല അതിൻ്റെ കാരണം. അതിലുപയോഗിക്കുന്ന ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കാം അതിലുണ്ടാകുന്ന പ്രശ്നം. ഓയിൽ, അന്യ സംസ്ഥാനത്തിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ, അതൊക്കെയാണ് ക്യാൻസർ വരുന്നില്ല. ഒരിക്കലും അലൂമിനിയം പാത്രം ഒരു ക്യാൻസറിന് സാധ്യതയില്ലാവുന്ന ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതും ഇതിന്റെ മാർക്കറ്റിംഗും ഈ പറയുന്നത് കേരളം മൊത്തം മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. കേരളം മൊത്തം മാർക്കറ്റ്. ഇതിപ്പോ പ്രോഡക്റ്റ് ആയിരിക്കും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. അല്ല, എല്ലാം ഞങ്ങൾക്ക് നെറ്റ്വർക്ക് ഉണ്ടല്ലോ. ഓൾറെഡി ഞങ്ങൾക്ക് നെറ്റ്വർക്ക് ഉണ്ട്. എല്ലാ ടൗണുകളിലും ഞങ്ങളുടെ പാത്രങ്ങൾ ചോദിച്ചാൽ എവിടെ ഇത് പാത്രത്തിൽ ഏത് കടകളിലും കിട്ടും. കാസർഗോഡ്, കർണാടക ഇവിടെയുണ്ട്. കൊല്ലം തുടങ്ങി തിരുവനന്തപുരം, അതേമാതിരി കണ്ണൂർ, കാസർഗോഡ്, എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ, വയനാട്, എല്ലാ ഡിസ്ട്രിക്റ്റിലും നമ്മുടെ പാത്രം കിട്ടും. എല്ലാവരും ഈ ബ്രാൻഡിലാണ് നമ്മൾ അറിയുന്നത്. ലയൺ ബ്രാൻഡ് ചോദിച്ചു വാങ്ങിക്കോ. ലയൺ ബ്രാൻഡ്. എന്തായാലും ഈ ഒരു കാര്യം കൂടി നമ്മുടെ ഫോളോവേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട്. കാരണം പാത്രങ്ങൾ ഈ രീതിയിൽ ചെയ്യുന്നത് ഇതിന് മുന്നേ ഞാനൊരു ചെയ്തിട്ടുണ്ടായിരുന്നു പാത്രത്തിന്റെ, അത് കൈകൊണ്ട് ചെയ്തെടുക്കുന്നത്. ഇത് കുറച്ചൊരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജി കൂടി കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്, ഒത്തിരി പേര് ഒരേ സമയം ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും സന്തോഷം. ഇത്രയാണ് ലോർഡ് കൃഷ്ണ അലൂമിനിയം ഇൻഡസ്ട്രീസിന്റെ പാത്രങ്ങളുടെ വിശേഷങ്ങൾ. നിങ്ങൾ കണ്ടല്ലോ, ലയൺ ബ്രാൻഡിലാണ് ഇന്ന് ഈ പാത്രങ്ങൾ നമ്മുടെ കൈകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഇവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തതുപോലെ തന്നെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. വിളിക്കാം, അന്വേഷിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.